സാഫല്യം പാർട്ട് 16. ദേവനൊരു സന്തോഷ വാർത്തയുണ്ട്. അത് കേട്ടാൽ ദേവൻ ഒരുപാട് ഹാപ്പിയാകും. എന്നെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വാക്കുകളും നിന്നിൽ നിന്നും കേൾക്കും എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. ദേവൻ കണ്ണാടിക്ക് മുന്നിൽ റെഡിയായിക്കൊണ്ട് തന്നെ പറഞ്ഞു. അതിന് ഇത് ഞാൻ കാരണം ഉണ്ടായതല്ല. ദേവൻ്റെ എക്സ് വൈഫ് മീനാക്ഷിയുടെ വകയാ ഈ ഹാപ്പി ന്യൂസ്. അത് കേട്ടതും ദേവൻ കല്യാണിയെ ഒന്ന് നോക്കി. അവളെ കിട്ടിയ ആ ഡോക്ടറുടെ എക്സ് വൈഫ് അവിടെ ലാൻഡായിട്ടുണ്ടെന്ന്. മീനാക്ഷിക്ക് എവിടെ പോയാലും ഇത് തന്നെയാ യോഗം. മിക്കവാറും അവൾ മീനാക്ഷിയെ പുറത്താക്കും, അത് ഉറപ്പാ. അതിനാ ഡോക്ടർ സമ്മതിച്ചിട്ട് വേണ്ടേ? ദേവൻ പറഞ്ഞു. ആദ്യ ഭാര്യ കൺമുന്നിലുള്ളപ്പോൾ അവർക്ക് എന്തായാലും ഹാപ്പിയായി ജീവിക്കാൻ പറ്റില്ല. ദേവൻ ഇപ്പോഴും മീനാക്ഷി ആഗ്രഹിക്കുന്നത് പോലെ ഡോക്ടർ പഴയ ഭാര്യയെ ആഗ്രഹിക്കുന്നില്ലെന്ന് ആര് കണ്ടു? അങ്ങനെ വല്ലതും നടന്നാൽ മീനാക്ഷി അവിടെ നിന്നും ഔട്ട്. ദേവൻ ഒരു നിമിഷം അവളുടെ നിഷ്കളങ്കമായ മുഖം ഓർത്തു. ദേവൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ വല്ലത് സംഭവിച്ചാൽ മീനുവിനെ സ്വന്തമാക്കാം എന്നല്ലേ. പക്ഷേ മീനാക്ഷി ഇനിയും ഒരു പരീക്ഷണത്തിന് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മീനുവിൻ്റെ ജീവിതം എങ്ങനെയായാലും നിനക്കെന്താ? നീ എന്തിനാ അവളുടെ കാര്യത്തിൽ ഇത്ര നെർവസ് ആകുന്നത്? അവളുടെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താ? ഞാൻ ദേവൻ സന്തോഷിച്ചോട്ടെ എന്ന് കരുതി പറഞ്ഞതാ എന്നും പറഞ്ഞ് കല്യാണി പോയതും ദേവൻ മീനുവിൻ്റെ അവസ്ഥ ഓർത്തു നിരാശയോടെ നിന്നു. ഒരാളുടെ മുറിയിൽ കയറി വരുമ്പോൾ ഇങ്ങനെയാണോ വരുന്നത്? എബി റെഡിയായിക്കൊണ്ടിരിക്കുമ്പോൾ സാന്ദ്ര മുറിയിലേക്ക് വന്നു. അത് കണ്ടതും അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. അതിന് ഞാൻ അന്യ പെണ്ണൊന്നും അല്ലല്ലോ. ഒരിക്കൽ എബിയുടെ കൂടെ ഈ മുറിയിൽ കഴിഞ്ഞതിൻ്റെ തെളിവാ ചിന്നുമോൾ. അത് മറക്കണ്ട. അതിന് നിൻ്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ? അതെന്തിനാ തെളിവ്? അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അതുകൊണ്ടാവും ഞാൻ ഈ മുറിയിൽ വരുന്നത് കണ്ടിട്ടും ഇയാളുടെ സെക്കൻഡ് വൈഫിന് പോലും യാതൊരു പ്രശ്നവുമില്ലാത്തത്. പിന്നെന്താ ഞാൻ ഈ മുറിയിൽ വരുമ്പോൾ എബിക്ക് മാത്രം ഇത്രയും ടെൻഷൻ? ചിന്നുമോളെ അവകാശവും പറഞ്ഞ് വീണ്ടും ഇവിടെ കുടിയേറിയതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. മീനു നിന്നെ തടയാത്തത് അവൾക്ക് നിന്നെ അറിയാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. സാരമില്ല, മീനു തന്നെ എബിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളും. അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിന് നീ ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? നിന്നെ ഞാൻ വിവാഹം ചെയ്തതിനോ ചിന്നുമോൾക്ക് നീ ജന്മം നൽകിയതിനോ നീ എൻ്റെ ഭാര്യയായി കുറച്ചു കാലം കഴിഞ്ഞതിനോ നിൻ്റെ കയ്യിൽ വല്ല തെളിവുമുണ്ടോ? ഉണ്ടെങ്കിലല്ലേ നിനക്കിവിടെ നിൽക്കാൻ പറ്റൂ. അതിന് നമ്മൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്. ആദ്യ ഭാര്യയെ മറച്ചുവെച്ച് ഇയാൾ വീണ്ടും ഒരു വിവാഹം ചെയ്തതിന് ഇയാൾക്കെതിരെ എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും. ഓഹോ, അതിനൊക്കെ നിനക്ക് പറ്റുമോ? വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും. എന്നെ കാണിക്കാൻ വേണ്ടിയാ മീനുവുമായി അടുക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ മുന്നിൽ ഇനി അത് വേണ്ട. ശരിയാ, ഞാനും അവളും തമ്മിൽ ഇതുവരെ അങ്ങനൊരു ബന്ധമുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് തൊട്ട് ഞങ്ങൾ തമ്മിൽ പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവുക. ഓഹോ, എന്നാ അതിനു മുന്നേ ഒരു കാര്യം ഓർത്താൽ കൊള്ളാം. ഞാൻ ഇപ്പോഴും എബിയുടെ വൈഫാണെന്ന്. വൈഫ്? നീ കൂടെ പോയവന് നിന്നെ മടുത്തോ? അതോ നിനക്ക് അവനെ മടുത്തോ? അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് കരുതി ഞാൻ കൂടെ ഇറങ്ങിപ്പോയി. പക്ഷേ അവന് ഞാൻ മാത്രമല്ല, വേറെ പല സ്ത്രീകളുമായി അവന് ബന്ധമുണ്ട്. അവൾ എബിയുടെ സിമ്പതി പിടിച്ചു പറ്റാനെന്ന പോലെ ദയനീയമായി പറഞ്ഞു. അല്ലേലും വഴിവിട്ട ബന്ധം തേടി പോകുന്നവരുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. അന്ന് നീ ഹോസ്പിറ്റലിൽ വന്നത് പ്രഗ്നൻ്റ് ആയിട്ടല്ലേ? എന്നിട്ട് ആ കുഞ്ഞെവിടെ? എബിയുടെ ചോദ്യം കേട്ടതും സാന്ദ്ര ഒരു നിമിഷം പകച്ചു. അത് അബോർഷനായി ആയതോ അതോ നീ ആക്കിയതോ? അത് ജിതിൻ എന്നെ കൈയൊഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ? നിൻ്റെയൊക്കെ അവിഹിതത്തിനൊരു കുഞ്ഞുണ്ടായി അതിനെ കൊന്നു കളയാൻ വേണ്ടി അതെന്ത് തെറ്റാ ചെയ്തത്? അതുപോലെ ഒരിക്കൽ എന്നിൽ നിന്നും പ്രഗ്നൻ്റ് ആയപ്പോഴും നീ അതിന് ശ്രമിച്ചതല്ലേ? നീ നാളെ എൻ്റെ മോളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നില്ലെന്ന് എന്താ ഉറപ്പ്? നിൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല സാന്ദ്ര. വന്നതുപോലെ തിരിച്ചു പോകുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. സാന്ദ്ര അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ ഒന്ന് പതറി. കുറേ നേരമായല്ലോ ഇവർ മുറിയിൽ. ഇനി ഡോക്ടർക്ക് സാന്ദ്രയോട് ഇഷ്ടമൊക്കെ ഉണ്ടാകുമോ? ഞാനാവോ അവരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടി വരുന്നത്? കുട്ടികളുടെ കൂടെയാണ് ഇരിക്കുന്നതെങ്കിലും മീനു അസ്വസ്ഥതയോടെ എബിയുടെ മുറിയിലേക്ക് തന്നെയായിരുന്നു നോക്കിയിരുന്നത്. സമയം നീങ്ങുന്തോറും അവൾക്ക് വിഷമം സഹിക്കാനാകാത്തതുപോലെ. എബി മുറിയിൽ നിന്നും ഇറങ്ങുന്നത് കണ്ടാണ് അവൾക്ക് ആശ്വാസമായത്. മീനുവിൻ്റെ മുഖത്തെ ആ മാറ്റം അവനും കാണാമായിരുന്നു. അവളെ എൻ്റെ മുറിയിൽ കണ്ടത് നിനക്ക് വിഷമമായോ? ഏയ്, എന്തിന്? ഡോക്ടറുടെ ഭാര്യയായി കുറച്ചു കാലം കഴിഞ്ഞതല്ലേ അവർ. പക്ഷേ നീയാ ഇപ്പോൾ എൻ്റെ ഭാര്യ. ആ അവകാശം ഇപ്പോൾ ആർക്കുമില്ല. അതിന് മീനു ഒന്ന് പുഞ്ചിരിച്ചു. പിന്നെ ഞാൻ അവളെ വെല്ലുവിളിച്ചതാ. ഇന്ന് തൊട്ട് നമ്മൾ ഒരേ മുറിയിലാണ് താമസം. അല്ല, അത് എന്താ? അതിൽ വല്ല വിരോധവും ഉണ്ടോ നിനക്ക്? ഇല്ലെന്നവൾ തലയാട്ടി. എബി പുഞ്ചിരിയോടെ ഇറങ്ങിയതും സാന്ദ്ര മീനുവിനരികിലേക്ക് വന്നു. ഞാൻ വന്നേ പിന്നെ എബി നിന്നോട് വല്ലാത്ത സ്നേഹം അഭിനയിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. വേറൊരാളെ ഭാര്യയായി കഴിഞ്ഞു അവൻ്റെ അനിയൻ്റെ കുഞ്ഞിനെ ഉണ്ടാക്കിയ നിന്നെ എബിക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും?
അവളോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് കണ്ട മീനു അതൊന്നും മൈൻഡ് ചെയ്യാതെ കിച്ചണിലേക്ക് നടന്നു. നിന്റെ അടുത്ത് നിന്നും എൻ്റെ എബിയെ ഞാൻ തിരിച്ചു പിടിച്ചിരിക്കും മീനു. അതിന് ഇനി അധിക ദിവസങ്ങളില്ല, നീ കാത്തിരുന്നോ. അവൾ മീനു പോയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിയോടെ ചിന്തിച്ചു. നിനക്കെന്താടി എന്നെ അമ്മയെന്ന് വിളിച്ചാൽ? നിന്നെ പ്രസവിച്ചത് ആ മീനു അല്ല, ഞാനാ. സാന്ദ്ര ചിന്നുമോളെ അടുത്ത് ചെന്നിരുന്നു ദേഷ്യത്തോടെ പറഞ്ഞു. അവളാണെങ്കിൽ അത് കേട്ടതും ടേബിളിൽ കണ്ട വെള്ളമെടുത്ത് അവളുടെ മേലേക്ക് കമഴ്ത്തി. മക്കൾ രണ്ടും പൊട്ടിച്ചിരിക്കുന്നത് കേട്ടാണ് മീനുവും അമ്മയും അങ്ങോട്ട് വന്നത്. സാന്ദ്ര ദേഹമാകെ നനഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മീനുവിന് കാര്യം മനസ്സിലായി. മോളെ, എന്ത് പണിയാ കാണിച്ചത്? മോളുടെ അമ്മയല്ലേ ഇത്? അല്ല. എല്ലാം മോളെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് ഇപ്പോൾ എൻ്റെ മുന്നിലൊരു ഡ്രാമ കളിക്കുന്നുണ്ടി നീ. അതിൻ്റെ ആവശ്യമൊന്നും അവൾക്കില്ല. നിന്റെ സ്വഭാവത്തിന് ആരായാലും കണ്ടറിഞ്ഞു തന്നോളും. അമ്മ പറഞ്ഞതും അവൾ ദേഷ്യത്തോടെ എണീറ്റു. ഇവൾ അല്ലേ വളർത്തിയത്, അതിൻ്റെ ഗുണം ഈ കുഞ്ഞു കാണിക്കാതിരിക്കോ? മോൾ എന്തായാലും നിന്റെ ഗുണം കാണിക്കില്ല, അത് ഞങ്ങൾക്കുറപ്പാ. നീ പറഞ്ഞ പോലെ മോളെ വളർത്തിയത് മീനുവാണ്. കണ്ടാലറിയാം എന്താ കാണിക്കുന്നതെന്ന്. മീനു അപ്പോഴും മൗനമായി തന്നെ നിന്നു. സാന്ദ്ര മീനുവിനെ നോക്കി ഒരു പുച്ഛത്തോടെ ചിരിച്ചിട്ട് മുറിയിലേക്ക് പോയി. നീ വിഷമിക്കേണ്ട, അവൾ ഇങ്ങനെയാ, വായിൽ തോന്നുന്നത് മുഴുവൻ വിളിച്ചു പറയും. അമ്മ പറഞ്ഞു. എനിക്ക് വിഷമമൊന്നുമില്ല അമ്മേ, ഇതിനേക്കാളൊക്കെ വേദനകളും വിഷമങ്ങളും സഹിച്ചാൽ ഞാൻ ഇതുവരെ എത്തിയത്. മീനു ഉള്ളിൽ തോന്നിയ വിഷമമൊന്നും പുറത്തു കാണിക്കാതെ അമ്മയെ നോക്കി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതാ നിങ്ങൾ ആവശ്യപ്പെട്ട മാരേജ് സർട്ടിഫിക്കറ്റ്. സാന്ദ്ര ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങി അതിലേക്കൊന്ന് നോക്കി. അതിൽ സാന്ദ്ര എന്ന പേരിനു പകരം മീനാക്ഷി എന്ന് കണ്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. ഇത് അല്ല എൻ്റെയും എബിയുടെയും മാരേജ് സർട്ടിഫിക്കറ്റ്. ഇത് എബിയുടെ 2ാം വിവാഹത്തിൻ്റെയാണ്. പക്ഷേ അതിലെ ഡേറ്റ് മാഡം പറഞ്ഞത് തന്നെയാണല്ലോ. സാന്ദ്രയും എബിയും ആയുള്ള മാരേജ് സർട്ടിഫിക്കറ്റാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പക്ഷേ മാഡം, അങ്ങനെ ഒന്നില്ല. നിങ്ങൾ പറഞ്ഞ ഡേറ്റും ഡീറ്റെയിൽസും വെച്ച് ഇതല്ലാതെ സാന്ദ്രയും എബിയും വിവാഹം കഴിഞ്ഞതിനുള്ള ഒരു പ്രൂഫും ഇവിടെയില്ല. ഓഹോ, അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്താണല്ലേ എന്നെ വെല്ലുവിളിച്ചത്. സാന്ദ്ര ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി. അവൾ പിന്നെ ചെന്നത് വിവാഹം നടന്നതിനുള്ള പ്രൂഫിന് വേണ്ടി എബി സാന്ദ്രയെ മിന്നികെട്ടിയ പള്ളിയിലേക്കാണ്. എന്തൊക്കെയോ കള്ളം പറഞ്ഞ് അവൾ അവരോടായി വിവാഹത്തിന് സൈൻ ചെയ്ത പേപ്പേഴ്സ് വാങ്ങിയതും അതിലും മീനുവുമായി വിവാഹം നടന്നതിനുള്ള സൈനായിരുന്നു കണ്ടത്. എല്ലാം കണ്ട് അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു. മോളെ അവകാശം നേടിയെടുക്കണം, അത് വെച്ച് എബിയുടെ ജീവിതത്തിലേക്ക് ചെല്ലാൻ ശ്രമിക്കണം. മോളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പോലും അമ്മയുടെ സ്ഥാനത്ത് മീനുവിൻ്റെ പേര് കണ്ട് അവൾ എബി രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലാക്കി. അവൾ അന്ന് ചിന്നുമോൾക്ക് ജന്മം കൊടുത്ത ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മോളെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണുന്നില്ല. പുതിയ ഒന്നിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് അവർ ഹോസ്പിറ്റലിൽ നിന്നും ഈ പേപ്പേഴ്സ് വേണം എന്ന് ആവശ്യപ്പെട്ടത്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അവൾ വാശിയോടെ തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. ഇതാ, താങ്ക്സ്. അതും പറഞ്ഞ് അത് വാങ്ങി സാന്ദ്ര ആ പേപ്പേഴ്സിൽ നോക്കിയതും അതിലും തൻ്റെ പേരിന് പകരം മീനുവാണെന്ന് കണ്ട് അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അപ്പോൾ ഇവിടെയും ഞാൻ പരാജയപ്പെട്ടോ? ഇല്ല, ഒരിക്കലും ഞാൻ അതിന് അനുവദിക്കില്ല. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് നേരെ ചെന്നത് എബിയുടെ അടുത്തേക്കാണ്. ഇതൊക്കെ എബിയുടെ കളിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്താ, ഇത് വെച്ച് എന്നെ തോൽപ്പിക്കാമെന്നാണോ? എല്ലാ പേപ്പേഴ്സും അവൾ എബിയുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ചോദിച്ചു. തീർച്ചയായും. ഇനി നീ എന്തവകാശത്തിൻ്റെ പേരിൽ എൻ്റെ മോളെ നേടിയെടുക്കും? എന്തധികാരത്തിൽ എൻ്റെ വീട്ടിൽ കഴിയും? ഞാൻ തിരിച്ചു വരുന്നതിന് മുന്നേ നീ ഇവിടുന്ന് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ അനധികൃതമായി വീട്ടിൽ കയറി വന്നതിന് നിന്നെ ഞാനങ്ങ് ജയിലിലോട്ട് പറഞ്ഞുവിടും. അത് കേട്ടതും സാന്ദ്ര ഞെട്ടി. ഇതുകൊണ്ടൊന്നും ഈ സാന്ദ്രയെ തോൽപ്പിക്കാനാവില്ല, അവൾ വാശിയോടെ തന്നെ പറഞ്ഞു. പറ്റുമെങ്കിൽ നീ ജയിച്ച് കാണിക്ക്. എബി ഒരു ചിരിയോടെ പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാനാകാതെ അവനെ തന്നെ നോക്കി നിന്നു. നഷ്ടബോധം മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ. പരാജയം ഏറ്റുപറഞ്ഞ പോലെ അവൾ ഇറങ്ങിപ്പോയതും എബി ഒന്ന് ആശ്വസിച്ചു. മീനുവിനെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി സാന്ദ്ര എബിയുടെ മുറിയിലേക്ക് നടന്നു. നഷ്ടപ്പെടുത്തിയ ജീവിതം എന്ത് ചെയ്തിട്ടായാലും ഞാൻ തിരിച്ചു പിടിക്കും. സാന്ദ്ര മുറിയിൽ സ്വസ്ഥതയില്ലാതെ നടന്നു. ഇനി എന്ത് ചെയ്യും എന്നുള്ള ആലോചന തുടങ്ങി. എബി വന്നു മുറിയിലേക്ക് കയറിയതും സാന്ദ്ര അവനരികിലേക്ക് വന്നു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിപ്പോകാൻ? ഇനിയും എന്തിനാ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് പോകാൻ ഒരിടമില്ല. എന്നെ കൈയൊഴിയരുത് എബി. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കഴിഞ്ഞോളാം. പോവാൻ ഇടമില്ലാത്തവരൊക്കെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ഇത് സത്രമൊന്നുമല്ല. പ്ലീസ് എബി, ഒന്നും എനിക്ക് വേണ്ടി എൻ്റെ മോളെ കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. എബിയുടെ ജീവിതത്തിൽ ഒരു ശല്യമായി ഞാൻ വരില്ല. അവൾ കണ്ണീരോടെ എബിയുടെ കാൽക്കൽ വീണു. മീനു എല്ലാം കേട്ട് മുറിക്ക് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. നീ എത്ര കരഞ്ഞ് കാൽ പിടിച്ചാലും നിന്നെ ഞാൻ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഇപ്പോൾ ഈ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും മീനു അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചെയ്തത് തെറ്റാണെങ്കിലും അവർ ഒരു പെണ്ണല്ലേ. അവൾ പറഞ്ഞ പോലെ ഇവിടെ എവിടെയെങ്കിലും നിന്നോട്ടെ. നിനക്കറിയാഞ്ഞിട്ടാ ഇവളെ. കാര്യം കാണാൻ ഇവളെന്തും ചെയ്യും. എന്നാലും
ഒരെന്നാലുമില്ല. തൽക്കാലം നമ്മുടെ കാര്യത്തെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. നമ്മൾ ഇന്ന് തൊട്ട് പുതിയൊരു ലൈഫ് തുടങ്ങാൻ പോവുക. മീനു അവൻ്റെ മുഖത്തേക്ക് നോക്കാനാകാതെ താഴേക്ക് നോക്കിയതും അവനൊരു ചിരിയോടെ മീനുവിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. ഞാൻ കഴിക്കാൻ എടുത്തു വയ്ക്കാം. മീനു അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അതും പറഞ്ഞ് കിച്ചണിലേക്ക് നടന്നു. ഓഹോ, അപ്പോൾ അത് ഇതുവരെ ആയി കാര്യങ്ങളല്ലേ? ഇന്ന് ഒന്നും നടക്കാൻ പോണില്ല മോനെ എബി. അതിന് ഈ സാന്ദ്ര സമ്മതിക്കില്ല, അവൾ മനസ്സിലോർത്തു. പുഞ്ചിരിയോടെ മീനു പോയ വഴിയെ നോക്കി നിൽക്കുന്ന എബിയെ നോക്കിക്കൊണ്ട് അവൾ ഉരുവിട്ടു. ഡോക്ടർ, സാന്ദ്ര അവിടെ. മീനു വെപ്രാളത്തോടെ പറയുന്നത് കേട്ട് എബി ഫുഡ് കഴിക്കുന്നത് നിർത്തി മുറിയിലേക്ക് ഓടി. സാന്ദ്ര! എബി അവളെ തട്ടി വിളിച്ചെങ്കിലും അവൾ കണ്ണു തുറന്നില്ല. അവളുടെ അടുത്തായി പോയിസൺ ബോട്ടിൽ കണ്ടതും എബി അത് കയ്യിലെടുത്ത് നോക്കി. സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. മീനു അത് കേട്ട് ഞെട്ടി. എബി അവളെ കയ്യിലെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വണ്ടിയിലെടുത്തു വെച്ചതും മീനു വിഷമത്തോടെ അവർ പോകുന്നതും നോക്കി നിന്നു. ഡോക്ടർ, സാന്ദ്രയ്ക്ക് ഇപ്പോഴും എങ്ങനെയുണ്ട്? എബിയുടെ തിരിച്ചുവരവ് കണ്ടതും മീനു ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല. അവൾ മരിക്കാൻ വേണ്ടിയല്ല ചെയ്തത്. അതിനു വേണ്ടിയാണെങ്കിൽ ആ ബോട്ടിൽ ഇനിയും ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പറയാതെ ഡോക്ടർ. അവൾ മരിക്കാൻ തയ്യാറായത് ഡോക്ടർക്ക് വേണ്ടിയാണ്. അതായിരിക്കും അവളുടെ ഉദ്ദേശം എന്ന് കരുതി എന്നെ അതിന് കിട്ടില്ല എന്നും പറഞ്ഞ് എബി മുറിയിലേക്ക് പോയി. കാലത്ത് അവൻ റെഡിയായി ഇറങ്ങുമ്പോഴാണ് മീനു മക്കളെയും കൊണ്ട് റെഡിയായി നിൽക്കുന്നത് കണ്ട്. ഇത് നീ എങ്ങോട്ടാ? ഡോക്ടറുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക്. എന്തിന്? സാന്ദ്രയെ കാണാൻ. ചിന്നുമോളെ, അവളുടെ അമ്മയല്ലേ. മോളെ കാണുമ്പോൾ അവൾക്കൊരാശ്വാസമാകും. അത് വേണോ മീനു? ഡോക്ടർ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു രോഗിയുടെ സന്തോഷമല്ലേ? അവളെ സന്തോഷിപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല തൽക്കാലം. എബി അതും പറഞ്ഞു നടന്നു. മീനു അവൻ്റെ പിന്നാലെയും. ഇതെന്താ? ഇത് സാന്ദ്രയ്ക്ക് കഴിക്കാനുള്ള ഫുഡ്. നിനക്ക് ഭ്രാന്താണോ മീനു? ഒന്നോർത്താൽ ഞാനും കാരണക്കാരിയല്ലേ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ. എൻ്റെ മീനു, അവളുടെ ഡ്രാമയാണിതെല്ലാം. ആയിക്കോട്ടെ എന്ന് കരുതി എനിക്ക് അവളെ വേദനിപ്പിക്കാനാവില്ല. ചിന്നുമോളുടെ അമ്മയല്ലേ അവൾ. എബി പിന്നെ ഒന്നും പറയാതെ വണ്ടിയെടുത്തു. എബിയെ കണ്ട് സാന്ദ്ര ഒന്ന് ആശ്വസിച്ചെങ്കിലും പിന്നാലെ വന്ന മീനുവിനെ കണ്ട് അവളുടെ മുഖം മങ്ങി. എന്താ സാന്ദ്രേ നീ കാണിച്ചത്? ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് മോളെക്കുറിച്ചെങ്കിലും നീ ചിന്തിക്കേണ്ടിയിരുന്നില്ലേ? അവൾ മീനുവിനെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു. ഇത് സാന്ദ്രയ്ക്കുള്ള ഭക്ഷണമാണ്. ഓഹോ, എബിയെ കാണിക്കാനുള്ള ഡ്രാമയായിരിക്കും. വെറുതെയല്ല എബി തന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യാത്തത്. ഇവൾ സാന്ദ്ര വെറുപ്പോടുകൂടി ചിന്തിച്ചു. നീ പറഞ്ഞല്ലോ അങ്ങനെ ചെയ്യുന്നതിന് മുന്നേ മോളെപ്പറ്റി ചിന്തിക്കണമെന്ന്. ഈ മോളെ എനിക്ക് വിട്ടുതരാൻ നിങ്ങൾ രണ്ടാളും സമ്മതിക്കോ? എന്നാൽ എൻ്റെ മോളെ ഒന്ന് കണ്ടുകൊണ്ടെങ്കിലും ജീവിക്കാം എന്ന് വെച്ചാൽ അതിനും സമ്മതിക്കില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ പറ. അത് മീനു വാക്കുകൾ കിട്ടാതെ എബിയെ ഒന്ന് നോക്കി. വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യും. എങ്ങോട്ടാണെന്ന് വെച്ചാൽ പൊയ്ക്കോ, എബി സാന്ദ്രയോടായി പറഞ്ഞു. എന്താ ഡോക്ടർ ഇത്? മീനു എബിയെ നോക്കി ചോദിക്കുന്നത് കേട്ട് സാന്ദ്ര ഉള്ളിലൊരു ചിരിയോടെ മീനുവിനെ നോക്കി കണ്ണീർ പൊഴിച്ചു. എന്തിനാ എന്നെ രക്ഷിച്ചത്? അവിടെ തീർന്നോട്ടെ എന്ന് കരുതിക്കൂടായിരുന്നോ? ഇനിയും അതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. അയ്യോ സാന്ദ്രേ, അങ്ങനെയൊന്നും പറയല്ലേ. മരണം ഒന്നിനൊരു പരിഹാരമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോഴേ മരിക്കണമായിരുന്നു. പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുമുണ്ട്. ധൈര്യമില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. സാന്ദ്രയ്ക്കും ദൈവം എന്തെങ്കിലും നല്ലത് വിധിച്ചിട്ടുണ്ടാകും. മീനു, നീ ഉപദേശിച്ചാലൊന്നും ഇവൾ നേരെയാവില്ല. നീ വാ, നമുക്കിറങ്ങാം. എബി മീനുവിനെയും കൊണ്ട് ഇറങ്ങുന്നത് സാന്ദ്ര ദേഷ്യത്തോടെ തന്നെ നോക്കി നിന്നു. എൻ്റെ മീനു, നീ എന്താ ഇങ്ങനെ? ഇവളോട് നല്ലത് നാല് പറയുന്നതിന് പകരം നീ അവളെ ഉപദേശിച്ച് നേരെയാക്കാനാണോ വന്നത്? എന്തൊക്കെയായാലും അവൾ ചിന്നുമോളുടെ അമ്മയല്ലേ. നീയാ ഇപ്പം മോളുടെ അമ്മ. അതിനി അങ്ങനെ തന്നെ മതി. അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവളൊന്ന് മൂളി. ദേവൻ വീട്ടിൽ വന്നതും കല്യാണെ കാണാതെ അവൻ അമ്മയുടെ അടുത്ത് ചെന്നു. അവൾ എവിടെ പോയതാ? നീ പോയതിന് പിന്നാലെ ഇറങ്ങിയതാ. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ അവൾ എന്നെ ചാടിക്കടിക്കാൻ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കാൻ പോയില്ല. അമ്മ പറയുന്നത് കേട്ട് ദേവൻ അരിശത്തോടെ നിന്നു. അമ്മയ്ക്ക് കഴിക്കാനുള്ളത് കൊടുത്ത് അവൻ കല്യാണിയുടെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ ദേഷ്യത്തോടെ അവളെയും വെയിറ്റ് ചെയ്തു നിന്നു. ഒരു ഓട്ടോയിൽ വന്നിറങ്ങുന്ന കല്യാണിയെ കണ്ടതും അവൻ അരിശത്തോടെ അവൾക്കരികിലേക്ക് ചെന്നു. നീ ആരോട് ചോദിച്ചിട്ടാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ഈ നേരം വരെ എവിടെയായിരുന്നു? ദേവൻ പോകുന്നതൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ? അതൊന്നും എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിൻ്റെ ആവശ്യമില്ല. കുറച്ചു കാലം ആയി ഒരേ മുറിയിലാണ് കഴിയുന്നത്. എങ്കിലും നമ്മൾ അന്യരല്ലേ. പിന്നെന്താ ഇപ്പോഴൊരു അന്വേഷണം? നീ എവിടെ പോയാലും എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്നെ അനുസരിക്കേണ്ടി വരും. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതിനകത്തിരുന്ന് എനിക്ക് മടുത്തു. ഞാനൊരു ജോലി അന്വേഷിച്ചു പോയതാ. അതെനിക്ക് കിട്ടുകയും ചെയ്തു. എന്നെ ഇനിയെങ്കിലും എൻ്റെ വഴിക്ക് വിട്ടേരെ. അവൾ നിരാശയോടെ അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. നിനക്കൊക്കെ ആര് ജോലി തരാൻ? വല്ലവൻ്റെയും കൂടെ കിടന്നാൽ കാശ് തരാം എന്ന് പറഞ്ഞു കാണും അല്ലേടി? അതൊക്കെ എൻ്റെ ഇഷ്ടം. ദേവനല്ലേ എൻ്റെ വേണ്ടാതായിട്ടുള്ളൂ. നീ എന്ത് വേണേലും ആയിക്കോ, എനിക്കൊരു പരാതിയുമില്ല. അവൻ്റെ വാക്കുകളിൽ അവളുടെ മനസ്സ് പിടഞ്ഞു. പക്ഷേ
ഇന്ന് ദേവൻ മീനാക്ഷിയുടെ വില തിരിച്ചറിയുന്നത് പോലെ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ വിലയും മനസ്സിലാകും. അവൾക്ക് അവനോടായി അത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. പരസ്പരം അറിയാത്ത അന്യരെ പോലെ അവരുടെ ദിനങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേയിരുന്നു. സാന്ദ്രയെ ഹോസ്പിറ്റലിൽ നിന്നും മീനുവിൻ്റെ നിർബന്ധപ്രകാരം വീട്ടിലേക്ക് തന്നെയാണ് കൊണ്ടുവന്നത്. മീനു തന്നെയായിരുന്നു അവളെ പരിചരിച്ചത്. മോൾ ഒരടുപ്പവും അവളോട് ഒരിക്കൽ പോലും കാണിച്ചില്ല. എല്ലാത്തിനും മീനു തന്നെയായിരുന്നു അവൾക്ക് വേണ്ടിയിരുന്നത്. എബി അവളുടെ കൺമുന്നിൽ പോലും പോകാറില്ല. വെറുതെയല്ല എല്ലാവരും നിന്നെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ശത്രുക്കളെ പോലും നിനക്ക് സ്നേഹിക്കാനല്ലേ അറിയൂ. സാന്ദ്രയുടെ ഭംഗിവാക്കിൽ മീനു ഒന്നും മിണ്ടിയില്ല. ഇത്രയും നല്ല മനസ്സുള്ള നിനക്ക് എൻ്റെ വേദനകൾ കാണാൻ കഴിയില്ലേ മീനു? അവൾ കണ്ണീരോടെ മീനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മീനു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ആരും എൻ്റെ കൺമുന്നിൽ വേദനിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ മീനു വിചാരിച്ചാൽ ഇന്ന് എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടും. എങ്ങനെ? എബിയെ എനിക്ക് തിരിച്ചു തന്നൂടെ മീനു? മീനു ഞെട്ടിത്തരിച്ചു നിന്നു. അവളുടെ കയ്യിൽ നിന്നും മീനുവിൻ്റെ കൈകൾ ഊർന്നു വീണു. എബിയുടെയും മോളുടെയും കൂടെ എനിക്ക് ഇനിയുള്ള കാലം ജീവിക്കണം മീനു. സ്നേഹബന്ധത്തിൻ്റെ വില നിനക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാവുക? സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിനെ വിട്ടുകൊടുക്കാനുള്ള വിഷമം ആരെക്കാളും നിനക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മീനുവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൾ സാന്ദ്രയെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങി. എബിയെയും മോളെയും തനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റൂ? അത്രമേൽ ആഴത്തിൽ അവർ എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ്. ഒരു ദിവസം പോലും അവരെ കാണാതിരിക്കാൻ തനിക്ക് പറ്റില്ല. ഞാൻ സ്നേഹിക്കുന്നവരുടെ ഒക്കെ എന്തിനാ ദൈവമേ നീ എന്നിൽ നിന്നും അകത്തുന്നത്? അന്ന് എബിയെ സ്വീകരിക്കാൻ അവൾ പോയില്ല. അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴും ഒരിക്കൽ പോലും അവളുടെ നോട്ടം അവനിൽ പതിഞ്ഞുമില്ല. അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയിടോ? ഒന്നുമില്ല, അവൾ അതുമാത്രം പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. സാന്ദ്ര ഫോണും നോക്കിയിരിക്കുമ്പോഴും മോളെ ഊട്ടുന്നതും ഉറക്കുന്നതും ഒക്കെ മീനുവാണ്. ഇതെല്ലാം അവനൊരു പുഞ്ചിരിയോടെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. മീനുവിൻ്റെ മുറിയിലേക്ക് എബി പോകുന്നത് കണ്ട് സാന്ദ്ര ദേഷ്യത്തോടെ എണീറ്റു. ഒരിക്കലും അവർ തമ്മിൽ ഒന്നാകാൻ പാടില്ല. അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത. മീനു! മോൻ്റെ കയ്യിലുള്ള മീനുവിൻ്റെ കയ്യിലേക്ക് അവൻ കൈ ചേർത്ത് വെച്ചുകൊണ്ട് ആർദ്രമായി വിളിച്ചു. എന്താ? സാന്ദ്രയെ ഇവിടെ നിർത്തിയത് നിന്റെ നിർബന്ധപ്രകാരമാണ്. പക്ഷേ അതോടെ നീ എന്നിൽ നിന്നും ഒരുപാട് അകന്നുപോയി. ഏയ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഡോക്ടർക്ക് തോന്നുന്നതാ. അവൻ്റെ കൈകൾ അപ്പോഴും അവളുടെ കൈകളിൽ തലോടുന്നുണ്ടായിരുന്നു. അത് അലോരസമായി തോന്നി അവൾ അപ്പോൾ തന്നെ കൈ പിൻവലിച്ചു. ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതെന്താ? നിനക്ക് എന്നോട് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കാം. അത് ഡോക്ടർക്ക് എന്നെപ്പോലെ ഒരു പെണ്ണിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സാന്ദ്രയുടെ തെറ്റ് പുറത്ത് അവളെ സ്നേഹിക്കാൻ പറ്റില്ലേ? നീ എന്നിൽ നിന്നും അകലുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ നിൻ്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. പക്ഷേ മനുഷ്യർക്ക് തെറ്റുപറ്റുന്നതൊക്കെ സ്വാഭാവികമാണ്. ഭാര്യയായ നീ ദേവന് മുന്നിൽ ഉണ്ടായിട്ടും നിന്നെ കാണാതെ മറ്റൊരു പെണ്ണിനെ നിൻ്റെ കൺമുന്നിൽ വെച്ച് വിവാഹം ചെയ്ത ദേവനോട് നിനക്ക് പൊറുക്കാൻ പറ്റുമോ? അത് അദ്ദേഹം ഒരു കുഞ്ഞിന് വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്. അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പക്ഷേ നിൻ്റെ അത്രയും വലിപ്പം എൻ്റെ മനസ്സിനില്ല. എൻ്റെ കാര്യം വിട്. ഇത്തിരി പോന്ന മോളെയും ഉപേക്ഷിച്ച അവൾ കാമുകൻ്റെ ഒപ്പം പോയത്. എൻ്റെ മോളെയും കൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് ദിവസം കഴിച്ചു കൂട്ടിയതെന്ന് ഒരാൾക്കും ഊഹിക്കാൻ പറ്റില്ല. അഭിമാനം കാരണം മറ്റുള്ളവരുടെ മുഖത്ത് പോലും നോക്കാനായില്ല. അത്രയൊക്കെ വേദനിപ്പിച്ച അവളെ ഞാൻ വീണ്ടും സ്വീകരിക്കണം എന്നാണോ നീ പറയുന്നത്? അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അവൾ മൗനം പാലിച്ചു. സ്നേഹം എന്ന് പറയുന്നത് വെറും പാഴ്വാക്കാണ്. നമ്മൾ ഒരാളെ എത്രയധികം സ്നേഹിച്ചാലും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. പക്ഷേ എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. അവൻ്റെ അവസ്ഥ അവൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഒന്നും ഓർക്കാതെ അവളുടെ കൈകൾ അവനെ തലോടി. ഡോക്ടർ, എന്നെ സ്നേഹിക്കുന്നതിൻ്റെ 100 ഇരട്ടി ഞാൻ ഡോക്ടറെ സ്നേഹിക്കുന്നുണ്ട്. കാരണം എന്നെ ഇത്രയധികം മനസ്സിലാക്കിയ ആൾ ഈ ലോകത്ത് വേറെയില്ല. അവനൊരു പുഞ്ചിരിയോടെ അവളെ നോക്കിയതും അവൾ തലയുയർത്തി അവൻ്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കിയതും അവളും ഒന്ന് പുഞ്ചിരിച്ചു. മീനു! അവൻ പ്രണയഭാവത്തോടെ അവളെ വിളിച്ചു. ദൈവം നമ്മളെ ഒരുമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് നമ്മൾ തീർച്ചയായും ഒരുമിച്ച് ജീവിക്കും. ഇനി അതിന് ആര് തടസ്സം നിന്നാലും. നീ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ശരി. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തോളാം. അവൾ പുഞ്ചിരിയോടെ അവനെ നോക്കിക്കിടന്നു. അവനും അതേ ചിരിയോടെ അവളുടെ കൈ കോർത്തു പിടിച്ച് മനസ്സിൽ പോവിട്ട സ്വപ്നങ്ങളുമായി കിടന്നു.